ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ആയി ഞാനൊരു ലോങ് വീഡിയോയിലും പോസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് രാവിലെ തന്നെ ഉറങ്ങണിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനെല്ലാം തോന്നും. അതെന്തേന്ന് എനിക്കറിയില്ല. ഇപ്പായിട്ട് ഇപ്പോൾ കണ്ണനെല്ലാം അംഗൻവാടി കൊണ്ടാക്കണം, പിന്നെ അമ്മ അധികം വീട്ടിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ എല്ലാ സമയത്ത് നേരത്തെ ഫുഡെല്ലാം ആക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രാവിലെ എല്ലാം എണീക്കുന്നത്. ആദ്യത്തെ 2 ദിവസം 5 മണിക്കെല്ലാം അറാൻ വെച്ചിട്ട്, പിന്നെ കുറച്ച് 5 മണി ഒരു 5:15 എണീക്കലുണ്ടായിനി. ഇപ്പോൾ ഒരു 5:15 പോയിട്ട് ഒരു 6 മണിയും കഴിയൂട്ടെ ഞാൻ എണീക്കണമെങ്കിൽ. ഇന്ന് ഞാൻ എണീക്കുമ്പോൾ അമ്മ എണീച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് അമ്മ വേഗം എല്ലാം മുറിച്ചിടുകയൊക്കെ ചെയ്ത്. പിന്നെ എനിക്ക് പണി അത്രയും ഉണ്ടായിട്ട്, അമ്മേരപ്പരാന്ന് ഇങ്ങനെ പണിയെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ സമയം പോകുന്ന അറിയൂല. പിന്നെ അതുപോലെ തന്നെ പണിയാവാനും വൈകും. ഞാനും മേലാന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മക്കും വർത്താനം പറയുന്നത് ഇഷ്ടമാണ്, എനിക്കും വർത്താനം പറയുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഫ്ലോയിൽ ഇങ്ങനെ പോകും. കണ്ണനെ വാലാടെ കൊണ്ടാക്കുന്ന ഒരു 2 ദിവസം ഭയങ്കര കരച്ചിലെല്ലാം ഉണ്ടായിനി. ഫസ്റ്റ് ദിവസം ഒന്നും ഉണ്ടായിട്ടാ, അവന് ഈ സംഭവം ഒന്നും അറിയാത്തതുകൊണ്ട്. പിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് വൈകുന്നേരം കൂട്ടാൻ വരും. അതൊന്നും അവന് ഒരു എത്തുകൂടെയും കിട്ടിയിട്ടാ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടാ മോന് മനസ്സിലായി രാവിലെ കൊണ്ടാക്കിയിട്ട് വൈകുന്നേരം കൂട്ടാൻ വരുമെന്ന്. പിന്നെ കരയാൻ തുടങ്ങി. രാവിലെ ചായക്ക് ഇന്ന് ദോശയാണ് കേട്ടാ. ഇന്നലെ ബാക്കി ഉണ്ടായിനി, അതുകൊണ്ട് ഇന്ന് ദോശയാക്കി. അതിൻ്റെ കൂടെ ചട്നി ആക്കി. ചട്നി കുറേ ആക്കാത്തത്. ഇങ്ങനെ ചട്നി പുളിക്കുന്ന ഇഷ്ടമല്ല കേട്ടാ. പുളി അധികം ഉണ്ടായിക്കൂടെ ചട്നി ആക്കുമ്പോൾ. ചമ്മന്തിക്ക് പുളിയാക്കാം, മറ്റേ ഇങ്ങനെ കുറച്ച് ലൂസിലാക്കുന്ന സമയത്ത് പുളി അത്ര രസം ഉണ്ടാവില്ല. ചായയിലായിട്ടാകുമ്പോഴത്തേക്കും കണ്ണൻ എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇപ്പായിട്ട് ഉറങ്ങി എണീച്ചിട്ട് കുറച്ച് ചായയെല്ലാം കുടിക്കുമ്പോൾ ചോദിക്കും, അമ്മേ നമുക്ക് കുളിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ വലടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ചായ കുടിക്കുമല്ലോ. അവനിങ്ങനെ മെല്ലെ ലാഗാക്കി വിടും. ചായയെല്ലാം കൊടുത്തിട്ട് കുളിപ്പിച്ചിട്ടായിട്ട് വേഗം അംഗൻവാടി കൊണ്ടാക്കിയിട്ട് വന്ന് എനിക്ക് ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ട് ഞാൻ വേഗം നടന്നു. ഇന്നും ഇനിയത്തേക്കാളും കുറച്ച് കരച്ചിലുണ്ടായിട്ടു. ഞാൻ ബാഗ് എടുത്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വാലടി പോകില്ല. ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ട് ഫുള്ള് കരഞ്ഞ് കുഴപ്പമാക്കിന്. ഞാൻ എവിടെയോ പോകുന്നു വിചാരിച്ചിട്ട്. അങ്ങ് പണ്ടെല്ലാം ഇങ്ങനെ ഒരു പബ്ലിക് എന്നല്ലെങ്കിൽ നടന്നിട്ട് പോകുന്ന സമയത്തെല്ലാം വീഡിയോ എടുക്കാൻ ഭയങ്കര നാണക്കേടുണ്ടായിന് കേട്ടാ. ഇപ്പം അത് വലുതായിട്ട് മാറിയിരുന്നില്ല, എന്നാലും കുറച്ച് കുറഞ്ഞു. പിന്നെന്ന് വെച്ചാൽ ഈ ഓട്ടോയിൽ ബസ്സിലെല്ലാം പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ പ്രശ്നമാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി. എടുക്കാൻ വിചാരിക്കും, പക്ഷേ വേണ്ടപ്പാന്നുള്ളൊരു തോന്നലും. ഒരു ഒന്നും അറിയില്ല. അത് ഈ മറ്റേ ശിവജിയുടെ മറ്റേ പ്രശ്നമെല്ലാം വന്ന പിന്നെ ആ ഒരു ഇതായതാണ്. എല്ലാം ഒരേ ഒരു കണ്ണിൽ കാണുമോ അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ എടുക്കുമെന്നില്ല ഒരു സംഭവം കൊണ്ടാണ്. ഞാൻ വീട്ടിൽ പോയാലും അമ്മ പുതിയ വാങ്ങിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു തരും. ഇത് വാങ്ങിയതിന് അത് വാങ്ങിയതെന്നെല്ലാം പറയും. അപ്പോൾ 3 അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരച്ചാറ് ഞാൻ എടുത്തിട്ട് വന്നു. ഇതുപോലെ എല്ലാവരും ഉണ്ടാവില്ലേ, അധികം ഇങ്ങനെ ചെയ്യുന്നുണ്ടാവില്ലേ. വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരേണ്ട വരും. ചോറെല്ലാം വെച്ചിട്ട് ഒരു 3 3:15 ഞാൻ അവനെ കൂട്ടാൻ പോയി. പുറത്തെത്തുമ്പോൾ തന്നെ നമ്മൾ കുട്ടിപ്പട്ടാളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇന്ന് വൈകുന്നേരം പിള്ളേർക്ക് ഇഡലി സാമ്പാറാണ് ഉണ്ടായത്. കണ്ണനെ ഞാൻ പോകുമ്പോഴത്തേക്ക് തിന്നുന്നുണ്ടായിരുന്നു ഇത്ര. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് പോസെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. എന്തെല്ലാം പോകുന്ന വഴിക്ക് ആ ചാലിൽ ചെറിയ ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിങ്ങനെ പുറത്തേക്ക് കാണും. അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നു. അല്ലെങ്കിലും അംഗൻവാടിയിൽ വരുന്ന സമയത്ത് തട്ടാൻ തന്നെ പറയും, നടക്കുകയില്ല. ഇന്നിപ്പോൾ എന്തേ അറിയില്ല, എന്നോട് പറഞ്ഞു ഞാൻ നടക്കാമേന്ന്. വെള്ള അതെയാ? കൈ കഴുകുന്ന അല്ലേ? ആളെ കരയാൻ പാടില്ല പോകുമ്പോ. ഇന്ന് കരഞ്ഞിട്ടില്ല കണ്ണൻ, ഇന്ന് കുറവല്ല കരഞ്ഞത്. കുറച്ച് സമയമല്ലേ കരഞ്ഞിട്ടു. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടാ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ഓക്കെ, ബായ്.